മഹാത്മാവിന്റെ വഴി. പോർബന്ദർ എന്ന കടൽത്തീര പട്ടണത്തിൽ മോഹൻ എന്നൊരു സാധാരണ ബാലനുണ്ടായിരുന്നു. അവന്റെ കണ്ണുകളിൽ നിറയെ സ്വപ്നങ്ങളും ഹൃദയത്തിൽ നിറയെ ദയയുമായിരുന്നു. വളർന്നപ്പോൾ കൂടുതൽ പഠിക്കാനായി മോഹൻ ലണ്ടനിലേക്ക് കപ്പൽ കയറി. പുതിയൊരു ലോകം, പുതിയ പാഠങ്ങൾ, നിയമങ്ങൾ പഠിച്ച് അവൻ ഒരു വക്കീലായി. പിന്നീട് അദ്ദേഹം ജോലി തേടി ദക്ഷിണാഫ്രിക്കയിലെത്തി. അവിടെ വെച്ച് നിറത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് അനീതി നേരിടേണ്ടി വന്നു. ആ അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്വാതന്ത്ര്യത്തിന്റെ തീ ആളിക്കത്തിച്ചു. 1915 ഗാന്ധിജി ഒരു പുതിയ ലക്ഷ്യവുമായി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി. തന്റെ രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കാനും സ്വാതന്ത്ര്യത്തിനായി പോരാടാനും അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം ചമ്പാരനിലെ പാവപ്പെട്ട കർഷകർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നു. അവരുടെ ദുരിതങ്ങൾ കേട്ടു, അവർക്കുവേണ്ടി ശബ്ദമുയർത്തി. ഖേഡയിലെ കർഷകർക്കും അദ്ദേഹം തുണയായി. അനീതിക്കെതിരെ പോരാടാൻ അദ്ദേഹം അവരെ പഠിപ്പിച്ചു, അവർക്ക് ആത്മവിശ്വാസം നൽകി. ബ്രിട്ടീഷ് ഭരണത്തോട് സഹകരിക്കാതെ സമാധാനപരമായി സമരം ചെയ്യാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അതായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം. ഉപ്പിന് നികുതി ഏർപ്പെടുത്തിയപ്പോൾ ഗാന്ധിജി ഒരു നീണ്ട യാത്രയ്ക്ക് തുടക്കമിട്ടു, ദണ്ഡി മാർച്ച്. ഒരു പിടി ഉപ്പ് വാരി അദ്ദേഹം നിയമം ലംഘിച്ചു. 1942 അദ്ദേഹം ഗർജിച്ചു, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ആ വാക്കുകൾ കേട്ട് രാജ്യം മുഴുവൻ സ്വാതന്ത്ര്യത്തിനായി ഒന്നിച്ചു. ഒടുവിൽ 1947 ആ സ്വപ്നം യാഥാർത്ഥ്യമായി. ഇന്ത്യ സ്വതന്ത്രയായി. നിങ്ങൾ ലോകത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം നിങ്ങളായിരിക്കുക എന്ന അദ്ദേഹത്തിന്റെ സന്ദേശം ഇന്നും ലോകത്തിന് വഴികാട്ടുന്നു.